السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى سائر الأنبياء وآل كلهم الصحابة أجمعين. أما بعد. സ്നേഹതരമുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, റഹ്മുർ-റഹീമിനെ അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സാലിഹാമലായി കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം ഹസനാത്തുകളായി മാറ്റിമറിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒത്തുചേരലിനെയും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ومن أولى ما أنفقت فيه نفائس الأوقات. വിലമതിക്കാത്ത സമയങ്ങളെ ചെലവഴിക്കേണ്ടുന്നതിൽ വെച്ച് ഏറ്റവും അമൂല്യമായതിൽ പെട്ടതാണ് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എന്നത്. അങ്ങനെയുള്ള ഒരു അമലാവാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു തആല അതിന് നമുക്ക് ഭാഗ്യം തരണം. പലപ്പോഴും പല തിരക്കുകളുള്ള ആളുകളുണ്ടാകും. അവരൊക്കെ അവരുടെ തിരക്ക് പലരും മാറ്റിവെച്ചുകൊണ്ട് ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നവരുണ്ടാകും. വേറെ ചില ആളുകൾ മാറ്റിവെക്കാൻ സാധിക്കാത്തത് കൊണ്ട് പോകുന്നവരുണ്ടാകും. പോകുന്നവരെ ഒന്നും നമ്മൾ നല്ല ചിന്തയോടെ കൂടെ അല്ലാതെ കാണാൻ പാടില്ല. അവരൊക്കെ അത്യാവശ്യമായി പോകുന്നവരാണ് എന്നാണ് നമ്മൾ നിனைക്കേണ്ടത്. മുഅ്മിനീങ്ങളെ കുറിച്ച് അത്രയാണ് നമുക്ക് ഭാവിക്കാൻ അവകാശമുള്ളൂ. മുന്നോബിൽ മുഅ്മിനീന ഖൈറ, അവരെന്തോ അത്യാവശ്യമായി പോയതാണ് എന്നല്ലാതെ മറ്റൊന്നും അവരെ കുറിച്ച് നമുക്ക് ധരിക്കാൻ വകുപ്പില്ല. അപ്പോ ഏതായിരുന്നാലും സുന്നി ഗ്ലോബൽ വോയിസ് അതിന്റെ തനിമ, ഒരുപാട് ഉസ്താദുമാർ നമ്മുടെ ക്ലാസ് റൂമിൽ എന്നുണ്ടാവും. ഒരു പക്ഷേ ഉസ്താദുമാരായിരിക്കും സാധാരണക്കാരെക്കാൾ കൂടുതൽ. പക്ഷെ ആ ഉസ്താദുമാരൊന്നും പലരും രംഗത്ത് വരാത്തവരാണ്. അധിക ഉസ്താദുമാരും രംഗത്ത് വരാതെ ഇരിക്കുകയാണ്. അവരൊക്കെ നമുക്ക് PM ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഇന്നത് കൂടി പറയണം, നിങ്ങൾ ഇന്നത് പറഞ്ഞത് തിരുത്തണം എന്നൊക്കെ നമുക്ക് മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല ആത്മാർത്ഥതയുള്ള ഉസ്താദുമാർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അല്ലാഹു തആല അത്തരം ഉസ്താദുമാർക്കൊക്കെയും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവരുടെ സേവന പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ഉണ്ടാവണം എന്നുകൂടി പിന്നെ ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ അടുക്കൽ നിന്നുണ്ടാവുന്ന, ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാരുടെ അടുക്കൽ നിന്നുണ്ടാവുന്ന പാളിച്ചകളും പോരായ്മകളും തിരുത്താനും അതിന്റെ ശരിയായ വശം ബോധ്യപ്പെടാനും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനും അവരുടെ ഇടപെടലുകൾ കാരണമായിട്ടുണ്ട്. ഇനിയും ആ വസ്തു തുറന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ക്ലാസ് റൂമിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യും. അവരെക്കുറിച്ചും നമുക്ക് നല്ലത് തന്നെ ഭാവിക്കാം. ഏതായിരുന്നാലും നമ്മുടെ ഈ സംഗമം അല്ലാഹു തആല പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യട്ടെ. അപ്പോ ചില ഉസ്താദന്മാർ അടിക്കുന്നുണ്ട് ഞാൻ മുതഅല്ലിമാണെന്ന്. എല്ലാരും മുതഅല്ലിമീങ്ങളെന്നെ, അതാണ് നമുക്ക് പറയാനുള്ളത്. മുതഅല്ലിമിന്റെ വശത്തിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കേട്ടോ? അപ്പോ മുതഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ആളെന്നാണ്. ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും കുറച്ച് ആൾക്കാർ. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർ, മുഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവർ. അപ്പോ ചില ആളുകൾ പറയാനൊക്കെ നമ്മളെ മാർസലത്തെ മുതഅല്ലിമീങ്ങളൊന്നും ഇപ്പോ പിന്നെ അവധി എടുക്കാറില്ല, ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞേക്കാം. അപ്പൊ മുതഅല്ലിമീങ്ങൾ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മുഅല്ലിമീങ്ങളെ കുറിച്ചാണ്, അഥവാ പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ്. പഠിപ്പിക്കുന്നവർക്ക് പറയുന്നത് മുഅല്ലിം എന്നാണ്
പഠിക്കുന്നവർക്കാണ് മുത്തഅല്ലിം എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ മുത്തഅല്ലിമീങ്ങളാണ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ചില ആളുകൾ വിചാരിക്കും ഇവരൊക്കെ ഉസ്താദന്മാരെന്നാണ് ഈ പറയേണ്ട അർത്ഥം. അതല്ല എന്ന് പറയാണ്. മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ് എന്നതാണ് അതിന്റെ താല്പര്യം. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ വാക്കുകളിൽ നിന്ന് അറബി വാക്കുകൾ ധാരാളം വന്നു പോകും. ഈ അറബി വാക്കുകൾ സാധാരണയിൽ മലയാളത്തിൽ പോലെ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കരുതിയിട്ട് ഈ അറബി വാക്കുകൾ തന്നെ പറഞ്ഞു പോകും. യഥാർത്ഥത്തിൽ ആ അറബി വാക്കുകളുടെ അർത്ഥങ്ങൾ പലരും തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സാധാരണയിൽ ഉപയോഗിക്കുന്ന അറബി വാക്കുകൾക്കൊക്കെ ഇടക്കിടക്ക് മലയാളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം എന്താ വെച്ചാല് അങ്ങനെ മലയാളങ്ങളും ഇടക്കിടക്ക് പറയുമ്പോൾ ആ അറബി വാക്കും പറയാം, അതിന്റെ മലയാളം അർത്ഥവും പറയാം. രണ്ടും കൂടി പറയുമ്പോൾ പഴയ അറബി വാക്കുകൾ മലയാളം പോലെ തന്നെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽപ്പെട്ടാണ് ഈ മുത്തഅല്ലിം എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറെ വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ ഇടക്കിടക്ക് നമ്മൾ ആ വാക്കുകൾ പറയുന്നതോടെ കൂടെ തന്നെ അതിന്റെ മലയാള അർത്ഥം കൂടി പറഞ്ഞു തന്നാൽ നമ്മളെ ആളുകൾക്ക് സ്ഥിരം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വാക്കുകളൊക്കെ പിന്നെ ഖുതുബയിലൂടെയും മറ്റൊക്കെ അറബി മാത്രം കേൾക്കുമ്പോഴും അതിന്റെ ശരിയായ അർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറെക്കുറെയൊക്കെ. അല്ലാഹു തആല നമ്മുടെ ഇടപെടലുകളെല്ലാം സാലിഹമലായി ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ തജ്വീദിന്റെ ഉസ്താദ് വരുന്നവരേക്കും ഒരല്പസമയം നമുക്ക് പഠിക്കാം. ഇന്ന് ഒരല്പം കുറച്ച് തിരക്കിൽ വിട്ടുപോയതാണ്, അതുകൊണ്ട് വന്നില്ല. ചിലപ്പോഴും അങ്ങനെയൊക്കെ പെട്ടുപോകല് പതിവാണല്ലോ. അപ്പൊ പലരും ചിലപ്പോ ഫോൺ ചെയ്യും, ചിലപ്പോ PM ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ 1-2 ദിവസമൊക്കെ സ്ഥിരം വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും തിരക്കാണെന്ന് കരുതിയിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പതിവ് ഒരു ദിവസം ഒരാളെ കാണാതായതുകൊണ്ട് അന്വേഷിക്കാറില്ല. എന്നാൽ 2-3 ദിവസമൊക്കെ കാണാതാകുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവുന്നവർക്ക് നമുക്ക് വിട്ടുകൊടുക്കാം, ചിലപ്പോ ഉസ്താദന്മാരെയും മറ്റൊക്കെ. നല്ല എളുപ്പമുള്ള ആളുകൾക്ക് അതിന് ചിലപ്പോ കഴിഞ്ഞൊന്നും വരൂല. അതൊക്കെ ആളുകളുടെ അടുപ്പം പോലെയും പിന്നെ അവസരം പോലെയൊക്കെ വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതാനുള്ളത് ബഹുമാനപ്പെട്ട റിയാദുസ് സാലിഹിന്റെ പാവപ്പെട്ടതായിരിക്കുന്ന ആളുകളെ പ്രത്യേകം സ്ഥാനം കണക്കാക്കേണ്ടതുണ്ട്, അവർക്ക് അല്ലാഹു തആല സ്ഥാനങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവരെ നിങ്ങൾ എന്താക്കേണ്ടതില്ല, തള്ളിക്കളയേണ്ടതില്ല. അവർക്ക് ഇസ്ലാം സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവരെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് നാം ഓതിക്കൊണ്ടിരുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരൽപ്പം ദീർഘമുള്ള ഒരു കഥയാണ്. 2-3 കാര്യങ്ങൾ ആ കഥയിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതുമായി പോകാം. ഇടയ്ക്ക് ഉസ്താദന്മാരുടെ സമയമെത്തിയാൽ അവര് റൈസാൻഡ് ചെയ്ത് വരണം. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെയും ഓതാം. ഓതി തീർക്കട്ടെ എന്ന് കരുതിയിട്ട് അവരെടുക്കുന്നത് എടുക്കാതിരിക്കേണ്ട എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ സാഇരിൽ അംബിയാഇ വഅലി കുല്ലിഹിം വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ് فاللهم اغفر لنا ولوالدينا ولمشايخنا ولسائر أقاربنا ولأهلنا ولأولادنا ولمن له حق علينا ولمن أوصنا بالدعاء ولمصنف هذا الكتاب ولوالديه ولأقاربه ولأحبابه ولمشايخه ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: لم يتكلم في المهد إلا 3: عيسى بن مريم وصاحب جريج. وكان جريج رجلا عابدا فاتخذ صومعة فكان فيها فأتته أمه وهو يصلي فقالت يا جريج، فقال يا ربي أمي وصلاتي.
فقال يا ربي أمي وصلاتي فأقبل على صلاة فقال أي ربي أمي وصلاتي فأقبل على صلاتي فلما كان من الغد أتته وهو يصلي فقالت يا جريج فقال أي ربي أمي وصلاتي فأقبل على صلاتي فقالت اللهم لا تمته حتى ينظر إلى وجوه المومسات فتذاكر بنو إسرائيل جريجا وعبادته وكانت امرأة بغي يتمثل بحسنها فقالت إن شئتم لأفتننه فتعرضت له فلم يلتفت إليها فأتت راعيا وكان يأوي إلى صومعته فأمكنته من نفسها فوقع عليها فحملت فلما ولدت قالت هو من جريج فأتته فاستنزلوه فأمكنته من نفسها فوقع عليها فحملت فلما ولدت قالت هو من جريج فأتوه فاستنزلوه وهدموا صومعته وجعلوا يضربونه فقال ما شأنكم قالوا زنيت بهذه البغي فولدت منك قال أين الصبي فجاءوا به فقال دعوني حتى أصلي فصلى فلما انصرف أتى الصبي فطعن في بطني وقال يا غلام من أبوك قال فلان الراعي فأقبلوا على جريج يقبلونه ويتمسحون به وقالوا نبني لك صومعتك من ذهب قال لا أعيدوها من طين كما كانت ففعلوا وبين صبي يرتضي من أمه فمر رجل راكب على دابة فارهة وشارة حسنة فقالت أمه اللهم اجعل بني مثل هذا فترك الثدي وأقبل إليه فنظر إليه فقال اللهم لا تجعلني مثله ثم أقبل على ثديه فجعل يرتضع فكأني أنظر إلى رسول الله صلى الله عليه وسلم وهو يحكي ارتضاعه بإصبعه السبابة في فجعل يمصها قال ومروا بجارية وهم يضربونها ويقولون زنيتي سرقتي وهي تقول حسبي الله ونعم الوكيل فقالت أمه اللهم لا تجعل ابني مثلها فترك الرضاع ونظر إليها فقال اللهم اجعلني مثلها فهنالك تراجع الحديث فقالت مر رجل حسن الهيئة فقلت اللهم اجعل ابني مثله فقلت اللهم لا تجعلني مثله أمروا بهذه الأمة وهم يضربونها ويقولون زنيتي سرقتي فقلت اللهم لا تجعل ابني مثلها فقلت اللهم اجعلني مثلها قال إن ذلك الرجل كان جبارا فقلت اللهم لا تجعلني مثله وإن هذه يقولون لها زنيتي ولم تزني وسرقتي ولم تسرق فقلت اللهم اجعلني مثلها متفق عليه. والمومسات بضم الجيم
والمومسات بضم الجيم بضم الميم الأولى والمومسات بضم الميم الأولى وإسكان الواو وكسر وهن الزواني والمومسة الزانية. وقوله دابة فارهة بالفاء أي حاذقة نفيسة والشارة بالشين المعجمة وتخفيف الراء شارة والشارة എന്ന് പറഞ്ഞത് وهي الجمال الظاهر في الهيئة والملبس. ومعنى تراجع الحديث أي حدثت السبية أي حدثت الصبي. ഈ ഹദീസിൽ പറയുന്നത് ങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, തൊട്ടിയിൽ വെച്ച് 3 പേർ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ ഹദീസിൽ അങ്ങനെ പറഞ്ഞത്, 3 പേരല്ലാതെ തൊട്ടിയിൽ വെച്ച് സംസാരിച്ചിട്ടില്ല. തൊട്ടിയിൽ വെച്ചിട്ട് സംസാരിച്ചത് 3 പേർ മാത്രമാണ്. അവിടെ വേറെ ഒരു കഥയുണ്ട്. ഉമ്മയോട് ഒരു കുട്ടി പറഞ്ഞു, ഉമ്മ, ഒരു വിഷമം കൂടാതെ ആ തീയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോളൂ, കാഫിറായിട്ട് ഈ ഭരണാധികാരി പറഞ്ഞത് കേൾക്കണ്ട. ഞാൻ കുഞ്ഞാണ് എന്ന് കരുതിയിട്ട് മറ്റുള്ള ആളുകളെല്ലാം ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി തീയിൽ ചാടിയതുപോലെ തീയിൽ ചാടണം എന്നാണ് രാജാവിന്റെ ഓർഡർ. ഈമാൻ കാമ്പ് കഴിഞ്ഞിട്ടായിരുന്നു. ഒരു രാജാവ് സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ മുഴുവനും അവരുടെ സത്യവിശ്വാസത്തിൽ നിന്നും മടക്കി അള്ളാഹുവിനെ കൊണ്ട് കാഫിറാകുവാനും ആ രാജാവിനെ ആരാധ്യ വസ്തുവായിട്ട് അംഗീകരിക്കാനും വേണ്ടി സത്യവിശ്വാസികൾക്ക് ചുറ്റും വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് അതിൽ തീ കത്തിച്ചു. രാജാവിനെ കൊണ്ട് അംഗീകരിക്കാത്ത ആളുകൾ മുഴുവനും തീയിൽ ചാടേണ്ടി വന്നു. അവസാനമായി ഒരു ഉമ്മയും കുഞ്ഞും ബാക്കിയായി. ഈ ഉമ്മയും സത്യവിശ്വാസിയാണ്. കുഞ്ഞു കാര്യം വെച്ച് അല്പം പിന്തി നിന്നപ്പോ കുഞ്ഞു പറഞ്ഞതാണ്, ഉമ്മ, നിങ്ങൾ എന്താക്കണ്ട, രാജാവിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഈമാൻ പണയം വെക്കേണ്ടതില്ല, ധൈര്യമായി ക്ഷമിച്ചുകൊണ്ട് ഹക്കിന്റെ മേൽ തന്നെ തീയിലേക്ക് നമുക്ക് പോകാം, തീയിലേക്ക് കടാം. അപ്പൊ അങ്ങനെ ഈ വേറെ ചില ഹദീസുകളിൽ വേറെയും ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില അഭിപ്രായത്തിൽ 10 കുട്ടികളോളം ചെറിയ പ്രായത്തിൽ തന്നെ മുലകുടിക്കുന്ന പ്രായത്തിൽ തന്നെ ശരിയായ നിലക്ക് സംസാരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ 3 പേരല്ലാതെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ സന്ദർഭത്തിൽ ഇപ്പൊ എന്തു വെക്കണം, ഇപ്പോൾ ഞാൻ ആ 3 ആളുകളുടെ കഥയാണ് പറയാൻ പോകുന്നത്. ആ 3 പേരല്ലാത്ത അപ്പോൾ ഞാൻ പറയുന്നില്ല എന്നർത്ഥം അവിടെ മനസ്സിലാക്കി വരും. അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റിയുള്ള വിശദീകരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീടാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതുവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയണമെങ്കിൽ അത് റബ്ബുൽ ആലമീനായിരിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഉത്ബോധനത്തിനു കൂടെയാണ് പറയുള്ളൂ.
അപ്പൊ 3 പേരല്ലാതെ തൊട്ടിലിൽ സംസാരിച്ചിട്ടില്ല, തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയാനാണ് അന്ന് ഓർഡർ ഉള്ളത്. അതനുസരിച്ച് അന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല. ഏതായിരുന്നാലും ഒന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമാണ്. അത് വളരെ ചെറുപ്രായത്തിൽ തന്നെ തൊട്ടിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയാണ്. ആ വിഷയമാണ് പിന്നീട് പറയുന്നത്. ജുറൈജ് എന്ന് പറയുന്നത് അല്ലാഹു തആലക്ക് ഇബാദത്ത് കൊണ്ട് എടുത്തുകൊണ്ടേ ജീവിക്കുന്ന, മറ്റ് ഭൗതികമായ ഒരു വിഷയങ്ങളിലേക്കും തിരിയാത്ത ഒരു സാലിഹായ ആളായി ജീവിച്ചിരുന്നു. അങ്ങനെ മറ്റ് ഇടപെടലുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി സ്വന്തമായി ഇബാദത്തെടുക്കാനായി ഒരു ടെന്റ് ഉണ്ടാക്കി അതിൽ ഇബാദത്തെടുക്കാൻ തുടങ്ങി. മറ്റ് ഭൗതികമായ ഒരു ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധിക്കാതിരുന്നു. അങ്ങനെ നിസ്കാരത്തിലായിരുന്നു. അള്ളാഹുമായിട്ടുള്ള സംഭാഷണം മുറിക്കേണ്ടി വരുമല്ലോ എന്നതുകൊണ്ട് ഞാൻ എന്ത് വേണം എന്ന് റബ്ബിനോടൊന്ന് നിസ്കരിക്കുന്ന അവസരത്തിൽ ഉമ്മയുടെ വിളി കേട്ടപ്പോ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ടൊന്ന് ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തുടരാൻ തന്നെ തോന്നുകയും നിസ്കാരത്തിൽ തുടരുകയും ചെയ്തു. ഉമ്മ മകൻ വിളി കേൾക്കുന്നത് കാണാതെയായപ്പോ തിരിച്ചുപോയി. അടുത്ത ദിവസവും ജുറൈജ് റളിയല്ലാഹുവിന്റെ ഉമ്മ മകനെ കാണാൻ വേണ്ടി വരികയും ജുറൈജ് എന്ന് വിളിച്ചപ്പോ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ നിസ്കാരത്തിലായിരുന്നു ജുറൈജ് റളിയല്ലാഹു അൻഹു. ഉമ്മ എന്നെ വിളിക്കുന്നു, എന്റെ റബ്ബെ ഞാൻ എന്ത് വേണം പോകാൻ ജുറൈജ് റളിയല്ലാഹു അൻഹു തോന്നുകയും ഉമ്മ തിരിച്ചു പോവുകയും ചെയ്തു. അടുത്ത ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മാക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതിന്റെ പേരിൽ ഉമ്മാക്ക് വലിയ മനപ്രയാസമുണ്ടായി. ഉമ്മാക്ക് മനപ്രയാസമുണ്ടാക്കിയ ഈ അവസ്ഥയിൽ ഉമ്മ മകനക്കെതിരായിട്ടൊന്ന് ദുആ ചെയ്തു. വ്യഭിചാരി പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നവരേക്കും എന്റെ മകനെ നീ മരിപ്പിക്കല്ല എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഉമ്മ അന്ന് തിരിച്ചുപോയത്. അങ്ങനെ ഉമ്മ തിരിച്ചു പോയെങ്കിലും സംബന്ധിച്ചിടത്തോളം വലിയ ഇബാദത്തുകാരനാണ് എന്ന വർത്തമാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ നാട്ടിൽ തന്നെ വലിയ അഴകുള്ള പെണ്ണാണ് എന്ന് പറയപ്പെടുന്ന, അഴകുകൊണ്ട് ആരെങ്കിലും ഉദാഹരണം പറയണമെങ്കിൽ ആ പെണ്ണിനെ കുറിച്ച് പറയും. അങ്ങനത്തെ ഒരു വേണ്ടാത്ത പെണ്ണായിരുന്നു, വെടക്ക് പെണ്ണുണ്ടായിരുന്നു. ആ വെടക്ക് പെണ്ണ് പറഞ്ഞു, നിങ്ങള് അടുത്ത് ഞാനൊരു കാര്യം പറയാം, ഞാന് വേണ്ടി വന്നാൽ നിങ്ങൾ പറയണുണ്ടല്ലോ ജുറൈജ് വലിയ ഇബാദത്തുകാരനാണെന്നും, വേണമെങ്കിൽ ഞാൻ ജുറൈജിനെ എന്തു ചെയ്യും, വശത്താക്കും, ജുറൈജിനെ വഴിതെറ്റിക്കും എന്ന് പറഞ്ഞ് ജുറൈജ് റളിയല്ലാഹുവിന്റെ അടുക്കൽ അവള് വലിയ അഴകൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവള് വന്നു. ജുറൈജ് റളിയല്ലാഹു തആല അതിലേക്കൊന്നും നോക്കിയില്ല. അപ്പൊ പിന്നെ ജുറൈജ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു പോകുന്ന ഒരു ഒരു ആട്ടിടയനുണ്ടായിരുന്നു. ആ ജുറൈജ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു പോകുന്ന ആട്ടിടയനുമായി ആ സ്ത്രീ ബന്ധപ്പെടുകയും ജുറൈജ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു പോകുന്ന ആ ആട്ടിടയനുമായി അവൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ആ വ്യഭിചാരത്താൽ അവൾ ഗർഭിണിയാവുകയും ചെയ്തു. എന്നിട്ട് അവൾ ജനങ്ങളുടെ മുമ്പിൽ, അവൾ പ്രസവിച്ചപ്പോ ജനങ്ങളുടെ മുമ്പിൽ അവൾ പറഞ്ഞു, ഇത് ജുറൈജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജുറൈജിൽ നിന്നിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു.
ജനങ്ങൾക്ക് എല്ലാവർക്കും കലി കയറി ദേഷ്യം പിടിച്ചു. അനുഹന്റെ ടെന്റിന്റെ അടുക്കൽ വന്നു. ജുറൈദുല്ലാഹിനെ പിടിച്ച് വലിച്ചിറക്കി. ടെന്റൊക്കെ പിടിച്ച് പൊളിച്ചു കളഞ്ഞു. അടിക്കലും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ജുറൈദുല്ലാഹിന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താ? നിങ്ങൾ അത് പറയൂ. നിങ്ങൾ വന്ന് പാടെ തന്നെ ഇങ്ങനെ ആക്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഈ തെമ്മാടിച്ച് പെണ്ണുമായി നീ വ്യഭിചാരം ചെയ്തിട്ട് അവളിപ്പം നിനക്കൊരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടാ വന്നത്. എന്നിട്ട് നീ ഇങ്ങനെ വലിയ ഇബാദത്തുകാരനായിട്ട് അഭിനയിച്ച് നടക്കണെന്തിനാ എന്നാണ് അവര് ചെയ്തത്. ഇത് വന്ന് പറഞ്ഞത് ഇത്തരമൊരു പെണ്ണാണ് എന്ന കാര്യം അവരാരും ചിന്തിച്ചില്ല. ഈ പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളൂലല്ലോ, ഇത്രയും വലിയ തെറ്റ് ചെയ്യുന്ന പെണ്ണല്ലേ. ആ പെണ്ണ് വിശ്വസിക്കാൻ കൊള്ളാത്ത പെണ്ണാണ്. വിശ്വസിക്കാൻ കൊള്ളാത്ത പെണ്ണ് പ്രസവിച്ചാലും ശരി അവൾ പറഞ്ഞത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ആ പെണ്ണ് വന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവാതെ അവർ ഫസ്റ്റ് തന്നെ എന്താ ചെയ്തത്? ടെന്റ് പിടിച്ച് ആളെ പിടിച്ച് പുറത്ത് വലിച്ചിട്ടു, ടെന്റ് പൊളിച്ചു. എന്നിട്ട് അടിക്കാനും ശിക്ഷ കൊടുക്കാനും തയ്യാറായി. ജുറൈദ് റളിയല്ലാഹു തആല ചോദിച്ചു, എവിടെ ആ കുട്ടി? പ്രസവിക്കപ്പെട്ട ആ കുട്ടി എവിടെ? അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്കൊന്ന് നിസ്കരിക്കണം. എന്റെ റബ്ബിനോട് എന്റെ വിഷമം ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നു. ആ കുട്ടിയുടെ പള്ളമ്മലൊന്ന് കുത്തി. പള്ളമ്മല് വിരലോണ്ടൊന്ന് കുത്തിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചു. ചോദിക്കേണ്ട താമസം ഫുലാനുൻ റാഇ, ഇടയൻ ആട്ടിടയനായ ഇന്ന ആളാണ് എന്നാണ് പറഞ്ഞു. ഇത് കേട്ടോടുകൂടെ അവരൊക്കെ ജുറൈദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ജുറൈദ് റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ ഈ രോമത്തിന്റെ അല്ലെങ്കിൽ ഓരകളെ കൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ട ഈ കൂടാരത്തിന് പകരം സ്വർണം കൊണ്ടുള്ളൊരു കൂടാരം ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ തയ്യാറാണ്. നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ആ മണ്ണിന്റെ അത് തന്നെ നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുകയും അതുപോലെ തന്നെ അവർക്ക് ടെന്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് 3-ൽ 1 കഥ. പിന്നെ മറ്റൊരു കഥ ഏതാണ്? ഒരു ഇസ്രായേൽക്കാരിൽപ്പെട്ട ഭംഗിയുള്ള ഒരു മൃഗത്തിന്റെ മേല് ഒരു യാത്രക്കാരൻ, നല്ല ഭംഗിയുള്ള ഒരു മൃഗത്തിന്റെ മേല് ഒരു യാത്രക്കാരൻ ഇങ്ങനെ പോകുന്നു. നല്ല അന്തസ്സിൽ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോ ഈ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ ഈ കുട്ടി ഇയാളെ എന്റെ മോനാക്കി തരണേ എന്ന് വരുന്നു. ഉണ്ടല്ലോ ഉമ്മമാർക്ക് മക്കള് നന്നായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്നപ്പോ മകനപ്പോ ഈ മുലകുടി അവസാനിപ്പിച്ചു. പെട്ടെന്ന് നിർത്തിയിട്ട് ആ പോകുന്ന ആളിലേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ലഹു എന്നെ ആക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോ അല്പം കഴിഞ്ഞപ്പോ വേറൊരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിന്റെ അടുത്ത് കൂടെ വേറെ കുറെ ആളുകൾ തന്നെ പോകുമ്പോ ഈ ആളുകൾ കണ്ടേക്കുന്ന ആ പെണ്ണിനെ അടിക്കണം.
ആ പെണ്ണെ അടിക്കുകയും ആ പെണ്ണിനെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചീത്ത പറഞ്ഞിട്ട് എന്താ പറയുന്നത്? നീ മോഷണം നടത്തിയിട്ടുണ്ട്, കട്ടെടുത്തവളാണ്, നീ വ്യഭിചാരം നടത്തിയവളാണ് എന്നൊക്കെ ആ പെണ്ണിനെ കുറിച്ച് പറയുന്നു. ഇത് കണ്ടപ്പോ ആ ഉമ്മ പറഞ്ഞു, പടച്ചോനെ എന്റെ മോൻ അതുപോലെ നീ ആക്കല്ലേന്ന്. അപ്പോ തന്നെ ഈ കുട്ടി പാലുകൂടി നിർത്തിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ആ പെണ്ണിലേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, പടച്ചോനെ അവളെപ്പോലെ എന്നെ ആക്കണേന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവം നടന്ന് അല്പം കഴിഞ്ഞപ്പോ ഉമ്മയും ഈ കുട്ടിയും ഉണ്ടായ കാര്യങ്ങളിലേക്ക് അതിന്റെ വിശദ വിവരങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഉമ്മ മോനോട് ചോദിച്ചു, നല്ല കോലത്തിലും രൂപത്തിലും ഒരാൾ പോണേ കണ്ടപ്പോ ഞാൻ ദുആ ചെയ്ത് പടച്ചോനെ ഇതുപോലെ ആക്കണേ. അപ്പൊ നെയ്യ് പറഞ്ഞ എന്താ ഇതുപോലെ ആക്കരുത്. ഈ പെൺകുട്ടി അടി കൊണ്ടിട്ട് ആ പെൺകുട്ടിയെ അവർ വ്യഭിചാരം നടത്തിയെന്നും മോഷണം നടത്തിയെന്നും ഒക്കെ പറഞ്ഞിട്ട് അടിക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ പെൺകുട്ടിയെ പോലെ എന്നെ മോനെ ആക്കല്ലേ, ആരോപണങ്ങൾക്ക് വിധേയനാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറഞ്ഞു? എന്നെ അതുപോലെ ആക്കണേ എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം ചോദിച്ചപ്പോ ഈ കുട്ടി ആ സമയത്ത് തന്നെ ആ ഉമ്മയോട് വിശദീകരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ആ നല്ല രൂപത്തിലും നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടന്നിരുന്ന ആള് അഹങ്കാരിയായിരുന്നു. അയാള് മുത്തക്കബ്ബിർ, മറ്റുള്ള ആളുകളെ തരം താഴ്ത്തി നിസ്സാരമാക്കുന്നവനും സ്വയം വലുമത്തരം നടിക്കുന്നവനുമായിരുന്നു. അതുകൊണ്ട് എനിക്കതുപോലെ ആവണ്ട, ഞാനതുപോലെ ആവണ്ട എന്ന് അള്ളാഹുവിനോട് എന്നെ അതുപോലെ ആക്കണ്ടെന്ന് ഞാൻ ദുആ ചെയ്തതാണ്. എന്നാൽ ഈ പെണ്ണാണെങ്കിലോ പെൺകുട്ടിയാണെങ്കിലോ വ്യഭിചാരം ചെയ്തുവെന്നും അതുപോലെ കട്ടെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ പെൺകുട്ടിയാണെങ്കിലോ ഒന്നും കട്ടെടുത്തിട്ടില്ല. അവളാണെങ്കിൽ വ്യഭിചാരം നടത്തിയിട്ടില്ല. എന്നിട്ടും അവളെക്കുറിച്ച് അങ്ങനെ ആരോപിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യുകയും കട്ടെടുക്കുകയൊന്നും ചെയ്യാത്ത ഒരാളായിട്ട് എന്നെ നീ വളർത്തണേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തതാണ്. അവളെ പോലെ എന്നെ ആക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തത്. അങ്ങനെ രണ്ട് സംഭവങ്ങളാണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അർത്ഥം, വാക്കിന്റെ ഓരോ ലഫ്ളുകളുമായിട്ടുള്ള അർത്ഥം അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓതാം. നമ്മുടെ തജ്വീദിന്റെ ഉസ്താദും വേറെ ഉസ്താദൊക്കെ റേസ്റ്റാൻഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഉസ്താദന്മാർക്ക് മൈക്കിലേക്ക് വരാവുന്നതാണ്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സാലിഹാമലായി കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദുമാരെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടും, ഉസ്താദന്മാരുണ്ടാവൂലോ അല്ലേ? പുറത്തു പോയിട്ടുണ്ടാവൂലല്ലോ? കുറെ ഉസ്താദന്മാരുണ്ട്. എന്തായാലും ആരെങ്കിലും മൈക്കിലേക്ക് വരാതിരിക്കുകയില്ല. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ സാലിഹാമലായി കബൂൽ ചെയ്യട്ടെ. തജ്വീദിന്റെ ഉസ്താദ് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അല്ലാഹു തആല നമ്മളെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.